സൗദി ഇളവുകൾ നൽകുന്നതോടൊപ്പം തന്നെ കടുത്ത നിബന്ധനകളും നൽകുന്നുണ്ട്. പ്രവാസികൾക്ക് ഇതൊരു മുന്നറിയിപ്പാണ്. അതെ, ഇപ്പോൾ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് സൗദിയിൽ നിന്ന് റീ എൻട്രി വിസയിൽ രാജ്യം വിട്ട ശേഷം വിസ കാലാവധിക്കുള്ളിൽ തിരിച്ചെത്താത്തവർക്കുള്ള പ്രവേശനവിലക്ക് ഹിജ്റ കലണ്ടർ പ്രകാരമാണ് കണക്കാക്കുകയെന്ന് ജവാസാത്ത് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. റീ എൻട്രി വിസ കാലാവധി അവസാനിച്ചത് മുതൽ 3 വർഷത്തേക്കാണ് പ്രവേശനവിലക്ക് നിലനിൽക്കുക. റീ എൻട്രി വിസയിൽ സൗദി വിട്ട ശേഷം വിസ കാലാവധിക്കുള്ളിൽ തിരിച്ചെത്താത്തവർക്ക് 3 വർഷത്തേക്ക് പ്രവേശനവിലക്ക് ബാധകമാണ്. ഇതുകൂടാതെ 3 വർഷം പിന്നിടാതെ പുതിയ തൊഴിൽ വിസയിൽ വീണ്ടും രാജ്യത്ത് പ്രവേശിക്കാൻ ഇവർക്ക് സാധിക്കില്ല എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇത് ഹിജ്റ കലണ്ടർ പ്രകാരമാണ് കണക്കാക്കുകയെന്ന് ജവാസാത്ത് ഡയറക്ടറേറ്റ് അറിയിക്കുകയുണ്ടായി. വിദേശികളിൽ ഒരാൾ നടത്തിയ അന്വേഷണത്തിന് മറുപടിയായാണ് ജവാസാത്ത് ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്നാൽ പഴയ അതേ തൊഴിലുടമയുടെ അടുത്ത് ജോലി ചെയ്യാൻ പുതിയ വിസയിൽ വീണ്ടും രാജ്യത്ത് പ്രവേശിക്കാൻ 3 വർഷവിലക്ക് ബാധകമല്ല. 3 വർഷവിലക്ക് റീ എൻട്രി വിസ കാലാവധി അവസാനിക്കുന്ന ദിവസം മുതലാണ് കണക്കിലാക്കുക. റീ എൻട്രി വിസ കാലാവധി മാസങ്ങളിലാണ് നിർണ്ണയിക്കുക. അടിയന്തര ഘട്ടങ്ങളിൽ തീയതി നിശ്ചയിച്ചും വിസ അനുവദിക്കാറുണ്ട്. വിസ ഇഷ്യൂ ചെയ്ത ശേഷം സൗദി അറേബ്യ വിടാൻ 3 മാസത്തെ കാലാവധിയും സാധാരണയായി അനുവദിക്കാറുമുണ്ട്. എന്നാൽ യാത്രാ മുതലാണ് റീ എൻട്രി വിസ കാലാവധി കണക്കാക്കുക. അതേസമയം രാജ്യത്ത് നിയമം ലംഘിച്ച് താമസിക്കുന്നവരെയും അനധികൃതമായി രാജ്യത്ത് പ്രവേശിച്ചവരെയും അവർക്ക് കൂട്ടുനിൽക്കുന്നവരെയും കണ്ടെത്തുന്നതിനായുള്ള സുരക്ഷാ ഏജൻസികളുടെ പരിശോധന സൗദിയിൽ ശക്തമായി തുടരുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നായി 14,509 പേരെയാണ് സംയുക്ത സുരക്ഷാ സംഘം അറസ്റ്റ് ചെയ്തത്. വിസ നിയമങ്ങൾ, തൊഴിൽ നിയമങ്ങൾ, അതിർത്തി സുരക്ഷാ നിയമങ്ങൾ എന്നിവ ലംഘിച്ചതിനാണ് അറസ്റ്റ്. ജൂലൈ 28 മുതൽ ഓഗസ്റ്റ് 3 വരെയുള്ള കാലയളവിലാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്രയേറെ വിദേശികൾ പിടിയിലായതെന്ന് അധികൃതർ അറിയിച്ചു. അറസ്റ്റിലായവരിൽ 8,581 പേർ റെസിഡൻസി വിസ നിയമങ്ങൾ ലംഘിച്ചവരും 4,337 പേർ അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ചവരുമാണ്. തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതിന് 1,591 പേരും അറസ്റ്റിലായി. ഇതിനു പുറമെ രാജ്യത്തേക്ക് നിയമവിരുദ്ധമായി പ്രവേശിക്കാൻ ശ്രമിക്കുന്നതിനിടെ 420 പേരാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പിടിയിലായത്. ഇവരിൽ 48 പേരും എത്യോപ്യക്കാരാണ്. 43% പേർ യമനികളും 9% പേർ മറ്റ് രാജ്യക്കാരുമാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.